രാവിലെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ദൂരെയായിട്ട് അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്. ഒരുപാട് ദൂരമൊന്നുമല്ല. അങ്ങോട്ട് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്, പ്രൈവറ്റ് ബോട്ട് സർവീസ്. അൽബേനിയ ഡേ 3 ആണ് ഇന്ന്. ഞങ്ങൾ സാമ്പിൾ എന്നുള്ള ബീച്ച് നഗരത്തിലാണ്. എൻ്റെ പിന്നിലായിട്ട് കാണാം ബീച്ച്, ദൂരെ ഒരു ഐലൻഡ് പോലെ കാണാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ അപ്പോൾ അൽബേനിയ ഡേ 3ലേക്ക് സ്വാഗതം. Come on. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇത് സോസേജ് ചിക്കൻ്റെ കേട്ടോ, ഞങ്ങൾ ചോദിച്ചു, പോർക്കല്ല. ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ പോർക്കിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇതൊരു മതമില്ലാത്ത രാജ്യമാണ് ഇപ്പോൾ. പക്ഷേ മുസ്ലിംസാണ് കൂടുതൽ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. ഇവിടെ എന്താ പറയുക, എല്ലാ വീടുകളിലിപ്പോൾ മിശ്ര വിവാഹങ്ങളൊക്കെയാണ്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ്, അങ്ങനെ മതമൊന്നും നോക്കിയിട്ടില്ല ആരും കല്യാണം കഴിക്കുന്നത്. കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. ഒരു ഷിപ്പ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഫുഡും കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട ആദ്യ കാഴ്ചയാണ് ഐലൻഡ്. അവിടെ എൻ്റെ ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ബാക്ക്ഗ്രൗണ്ടിലെ മലനിരകൾ കണ്ടോ, വാഴച്ചെടി, വാഴ നിൽക്കുന്നു. വാഴ ബനാനേ ഒരു പൂ തരാമോ. ബീച്ചിലേക്ക് നടക്കുന്ന വഴിയിലാണ്. ഇതൊക്കെ ഒലിവ് മരങ്ങളാണ്. ഇതൊക്കെ കുറേ പ്രൈവറ്റ് ബീച്ചുകളാണ്. അവിടെ സീസൺ ആയിട്ടില്ല. ഇതൊക്കെ കുടകളൊക്കെയാണ്, ഓലക്കുടകൾ. മണ്ണിൽ കൂടെ നടന്ന് വീഴല്ലേ, തന്നെയല്ലേ ഈ മണലിൽ കൂടെ നടക്ക്. ഞങ്ങൾ തൽക്കാലം ഒരു ബീച്ചിൽ വന്നു. ഇവിടേക്ക് എന്തൊക്കെയോ ഹോട്ടലുകൾ ഒക്കെ. ഞങ്ങൾ ഇന്നലെ കയറിയ ഹോട്ടല്, വൈകിട്ട് ഡിന്നർ കഴിക്കാൻ കയറിയ ഹോട്ടല് ഇതായിരുന്നു. അവന്മാർ ജസ്റ്റ് ഓപ്പൺ ആക്കിയതുള്ളൂ, ഇന്നലെ ഓപ്പൺ ആക്കിയതുള്ളൂ. അവർക്ക് മെനു ഒന്നും ആയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ കുടയുടെ ഒക്കെ വെയിറ്റാണ്. അതുകൊണ്ട് മെനു ഒന്നും ആയില്ലായിരുന്നു. അവർ പേപ്പറിൽ എഴുതിയൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ കുറേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഇതാക്കി സംസാരിച്ചത്. ഇങ്ങനെ ഞങ്ങൾ നടന്ന് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സീസണിൽ പ്രൈവറ്റ് ബീച്ചുകളാകും. ഇപ്പം സീസൺ ആയിട്ടില്ല. എനിക്ക് അടുത്ത മാസം തൊട്ടായിരിക്കണം സീസൺ. പ്രിപ്പറേഷൻസ് നടക്കുന്നു. ഇവിടെ ഒരു കൈ ആരോടത്തെ കയ്യിലോട്ടൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഫൈബറ, ചിലപ്പോൾ എൻ്റെ വെയിറ്റ് താങ്ങൂല. ഞങ്ങൾ അൽബേനിയയിലെ മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ സാമിൽ ബീച്ചിലാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ബാൽക്കണി വ്യൂ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ എന്താ പറയുക, നല്ല കുറേ നാൾക്ക് ശേഷമാണ് ഒരു ബീച്ച് കാണുന്നത്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം യുക്കെയിൽ ഞങ്ങൾ ബീച്ചിൽ പോയിട്ടില്ല. അങ്ങനെ അൽബേനിയയിലും ബീച്ചിൽ വരാൻ പറ്റി. ഇതൊക്കെ എനിക്കൊന്ന് പ്രൈവറ്റ് ബീച്ചുകളാണ്. ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ടില്ല. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രൈവറ്റ് ബീച്ചുകളാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, എന്താ പറയുക, റെസ്റ്റോറൻറ്റിലുള്ള ഒരു ഹോട്ടൽ അവരുടെയാണെന്ന് തോന്നുന്നു. റിസോർട്ടുകാരുടെ ബീച്ചാണെന്നാണ് തോന്നുന്നത്. നല്ല പഞ്ചസാര മണലുകൾ, പഞ്ചസാര തരി മണലുകൾ. ചെറിയ തണുപ്പുണ്ട് രാവിലെ ആയതുകൊണ്ട്. ഇപ്പം 8 മണി കഴിഞ്ഞ് രാവിലെ. അടിപൊളിയായി ഗൈസ്, ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അടിപൊളിയില്ല, അടിപൊളി. നല്ല വ്യൂ, നല്ല അടിപൊളി വെള്ളം. അടിപൊളി, നല്ല ക്ലിയർ വാട്ടർ. ഇളം നീല. ചെന്നൈ ബീച്ചൊക്കെ കൂട്ടൊന്നുമല്ല.
കൂറ വൃത്തിയില്ലാത്ത ബീച്ചല്ല, നല്ല ഓ മീന് പോകുന്നേട്ടാ. കടൽ മീനുകളെ കണ്ടു, കടൽ മീനുകളെ കണ്ടു. പെട്ടെന്ന് വെയിലായിട്ടുണ്ട്. ഇപ്പോൾ 8:30 ആയി കാണും. ഞങ്ങൾ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഞങ്ങൾ പോകുന്ന വലത് സൈഡിലെ മലനിരകളും ലെഫ്റ്റ് സൈഡിലെ കടലുമാണ്. മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഒരു മലനിരകൾ കൊണ്ട്, പർവ്വതങ്ങൾ കൊണ്ട് ബീച്ചിലോട്ട് ഇറക്കി വെച്ച പോലെ ഒരു ഫീലാണ്. പക്ഷേ ശരിക്കും പുള്ളി പറഞ്ഞ രാജ്യം മോണ്ടിനീഗ്രോയെ കുറിച്ചാണ്. അത് ഇതിൻ്റെ തൊട്ടടുത്ത രാജ്യമാണ്. അപ്പോൾ ഒരേ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ. എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കാണാം ബീച്ചുകൾ. ഇപ്പോൾ കുറച്ച് ഒലിവ് മരങ്ങൾ കാഴ്ച മറച്ചെങ്കിലും കാണാൻ തോന്നുന്നു. നീലക്കടൽ കണ്ടില്ലേ, നീലക്കടൽ. സാമിൽ എക്സ്പ്ലോർ, സീ യു അഗൈൻ. അപ്പോൾ സാമിൽ ബീച്ചിലോട്ട് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങൾ അടുത്ത മിറർ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മലനിരകൾ കയറി അടുത്ത വളവ് വളഞ്ഞപ്പോൾ ദാ ബീച്ച് ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. ദൂരെയായിട്ട് മലനിരകൾ കാണാം. നമ്മളിപ്പം മറ്റേ മിറർ ബീച്ചിലോട്ടുള്ള റൂട്ടിലാണ്. ഇപ്പോൾ ദാ ഒറ്റ വരി പാതയിലേക്ക് കയറിയിരിക്കുകയാണ്. താഴെ കുറേ താഴെയായിട്ട് നമുക്ക് റോഡ്, ചെറിയ റോഡാണ്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേ, ബീച്ച് കാണിച്ചേ, താഴെയായിട്ട് കാണിച്ചേ. എനിക്ക് അങ്ങോട്ട് അത്രയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഇതാ പാർക്കിംഗ് ഇതോ അല്ല, അവിടാണ്. ആ കാണുന്നിടത്താണ് പാർക്കിങ്. ഞങ്ങൾ എന്തായാലും തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. വണ്ടി ഇവിടെ മേളിലൊരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കാണുകയാണ് ബീച്ച്. അതുകൊണ്ട് അതാണ് മിറർ ബീച്ച്. ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം. ചെന്ന് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല തൽക്കാലം, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് തിരിച്ച് പോകണം. ആണ് അതിൻ്റെ വൈഡ് വ്യൂ. ഞങ്ങൾ സെറാൻഡേ കാസിലിൻ്റെ തൊട്ട് താഴെ ലേ കുർസി കാസിൽ നിങ്ങളുടെ ഇവിടെ ഭാഷയിൽ പറയുന്നത്. അതാണ് കാസിലിൻ്റെ അവശിഷ്ടങ്ങൾ. തൊട്ട് താഴെ ഞങ്ങളൊന്ന് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ അവിടെ വരെ ചെല്ലാമെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പാർക്കിംഗ് ഉള്ള പോലെ തോന്നുന്നു. പക്ഷേ താഴെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടു. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് സീസണിൽ ഇതായിരിക്കണം പാർക്കിങ്. ഈ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാം കണ്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വണ്ടി നിർത്തി ഒന്ന് നടക്കാമെന്ന് കരുതി. ലൈറ്റ് ഹൗസും കാണാം, കാസിലും കാണാം. ഈ കാസിലിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് കടലിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും, മീൻസ് അങ്ങനെയുള്ള കടലിൽ നിന്ന് കൂടെ വരുന്ന ആക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു കാസിലായിരിക്കാനാണ് വഴി. അവിടെ അതിനെപ്പറ്റി ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണും. ഇതൊരു ലൈറ്റ് ഹൗസാണ്, കപ്പലുകൾക്കുള്ള വഴികാട്ടി. രാത്രിയിൽ ലൈറ്റ് കത്തുമായിരിക്കണം, അനുമാനമാണ്. പിന്നെ അതുകൊണ്ട് അത് കണ്ടോ, മുമ്പേ പറഞ്ഞാൽ ഒരു പട്ടണം കൊണ്ട് കടലിലേക്ക് ഇറക്കി വെച്ചേക്കുന്ന പോലൊരു ഭൂപ്രകൃതിയാണ് ഇവിടുത്തേത്. നല്ല ശാന്തമായ കടൽ, മെഡിറ്ററേനിയൻ ആയിരിക്കണം. ചെക്ക് ചെയ്തിട്ട് പറയാം, മെഡിറ്ററേനിയൻ കടൽ തീരമായിരിക്കണം. ദൂരെ ഒരു ചെറുനൗക പോകുന്നു. നൗക, ത്വരിതവേഗ അതിവേഗ ത്വരിതഗമന ചെറുനൗക, സ്പീഡ് ബോട്ട്. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ. പക്ഷേ തണുത്ത കാറ്റുമുണ്ട്. അവിടെ ഒരു പാം റിവിയറ കാണും. പാം ട്രീ ആയിരിക്കണം, പന. മുകളിലായിട്ട് തകർന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ. അമ്മച്ചെന്ത് യോഗ ചെയ്യുവാണോ? യോഗ മാറ്റമുണ്ട്, ഐ തിങ്ക് സോ. ഇത് ബങ്കർ വല്ലതും ആയിരിക്കണം. ഈ താഴെ കാണുന്ന ബങ്കർ വല്ലതും ആയിരിക്കണം, യുദ്ധത്തിനെ പ്രതിരോധിക്കാനൊക്കെ
കടലിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനൊക്കെ പടുത യാസിനും ബങ്കറുമായിരിക്കണം. ഇതൊരു ബങ്കർ തന്നെയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ബങ്കറാണോ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആണോ എന്നറിയില്ല. ഈ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെ ആ ബങ്കറിൻ്റെ എൻഡാന്ന് തോന്നുന്നു ഇവിടെ. ഇത് എൻ്റെ എൻഡാണ്. തകർന്ന എന്തൊക്കെ അവശിഷ്ടങ്ങളുണ്ട് ഇവിടെ. ഓക്കേ, ഇത് മറ്റൊരു സൈഡാണ് കോട്ടയുടെ. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് വന്നു കേട്ടോ. ദൂരെയായിട്ട് ഒരു ഹൈഡ്രോ പ്രൊജക്റ്റ് കാണാം, ചുമ്മാ കനാൽ. ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾ റോഡിനോട് ചേർന്ന് കുറച്ച് ദൂരം നല്ലൊരു കനാൽ പോകുന്നുണ്ടായിരുന്നു. കൂടുതലും കൃഷിസ്ഥലങ്ങളാണ് ഇവിടെ. ഗോതമ്പൊക്കെ ആയിരിക്കണം, നെല്ലും ഗോതമ്പും. പിന്നെ ഇവിടെ പുകയില ഉൽപ്പന്നങ്ങൾ, ഒലീവ്സ്, ഓറഞ്ചൊക്കെ ഇവരുടെ ഇതുണ്ട്. പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ്. പിന്നെ ദൂരെയായിട്ടൊരു മഞ്ഞുമലയുടെ ചെറിയൊരു ഭാഗം കാണാം. മേ ബി അത് അതായിരിക്കണം, ഗ്രീസിൻ്റെ ബോർഡർ ആയിരിക്കണം. കോട്ടയുടെ തൊട്ട് താഴെ മറ്റൊരു ബങ്കറുണ്ട്. എൻ്റെ അടുത്തോട്ട് നമ്മൾ നോക്കണ്ട. കണ്ട കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നു വന്നപ്പോൾ ഇതാ പീരങ്കിയുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? PUBG IG പ്രോജക്റ്റൊക്കെ കളിച്ചപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഇതെനിക്കൊന്ന് പീരങ്കിയുടെ മറ്റൊരു വേർഷനാണ്, മറ്റേ ഷെല്ല് വിടുന്നത്. നല്ല കയറ്റം കയറി നടന്ന് കയറി തന്നെ അണയ്ക്കുന്നുണ്ട്. ഒരുപാട് യുദ്ധത്തിനൊക്കെ സാക്ഷ്യം വഹിച്ചതായിരിക്കാം കോട്ടയല്ലേ. അന്നത്തെ നാട്ടിൽ ഒരുപാട് ആക്രമണങ്ങളൊക്കെ നേരിട്ടുണ്ടായിരിക്കാം. ഇത് മറ്റൊരു മെഷീൻ ഗൺ ആയിരിക്കണം, ഷീൽഡൊക്കെ ഉള്ള മെഷീൻ ഗൺ. ഇതാ അടിപൊളി, പൊളിച്ചു. മെഷീൻ ഗൺ അല്ലെങ്കിൽ ഷെല്ല് അടിക്കുന്ന ഗണ്ണായിരിക്കണം. തേനീച്ചകളുണ്ട് ഒരുപാട്. ഡീറ്റെയിൽ എൻ്റെ ചരിത്രം ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഒരു പീരങ്കി, വലിയൊരു പീരങ്കി. കോട്ടവാതിൽ കടന്നു നോക്കാം. ഇനി ഇവിടെ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, മോണുമെൻറ്റ് കൾച്ചർ മോണുമെൻറ്റ്. ലൈറ്റ്സിലോട്ടൊന്ന് പോയി നോക്കട്ടെ. കൽത്തൂണ് കണ്ടു, ഇരുമ്പ് ചങ്ങല. അവിടെയൊക്കെ ഭടന്മാർ കാവൽ നിന്ന സ്ഥലമായിരിക്കണം. കോട്ടയ്ക്ക് കാവലായിട്ട് ഭടന്മാർ നിന്ന സ്ഥലമായിരിക്കണം ഇത്. ഇവിടെയൊക്കെ ബോർഡൊക്കെ ഉണ്ട്. ഇതൊരു പുതിയ നിർമ്മിതിയാണ്, പുതിയ വീട് നിർമ്മിതി. ഇവിടെ എന്താ ആൾക്കാർ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പള്ളിയോ പ്രാർത്ഥനാലയമാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഇനി ഉള്ളിലേക്ക് കയറി നോക്കാം. കോട്ടയുടെ ദൈവമേ, വലിയൊരു കോട്ടവാതിൽ കടന്ന് ഇൽമാനോ അമാറ്റോ കഫേയുടെ ബോർഡാണിത്. ഇതാണ് കോട്ടയുടെ കമാനം. ടിക്കറ്റ് കൗണ്ടറോ കടകളോ ടീ ഷോപ്പായിരിക്കണം, കഫേ ആയിരിക്കണം അത്. ഇതാണ് ഈ പറഞ്ഞ കഫേ, അമ്മാനോ കഫേ. കുറേ കസേരകൾ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ സീസണായിട്ടില്ല. സീസൺ ആകുമ്പോഴത്തേന് ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയും, സഞ്ചാരികളെ കൊണ്ട് നിറയും, സഞ്ചാരികളുടെ ബാഹുല്യത്തെ കൊണ്ട് നിറയും. ഇവിടെ AC പ്രവർത്തിക്കുന്നുണ്ട്. ഇതെന്താണ് നല്ല അടച്ചിട്ടിരിക്കുന്നു.
അവിടെ ബൈനോക്കുലറുണ്ട്, ഒരു വ്ളോഗിങ് ആണ്. ഒരു ബൈനോക്കുലറുണ്ട്, ബൈനോക്കുലർ ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്ന ബൈനോക്കുലറുണ്ട്. പൈസ ഇടണം. പ്ലീസ് ഇൻസേർട്ട് കോയിൻ. 100ലേക്ക് €1, €2. €2 ഉണ്ട്, നോക്കാം. ഈ ഭാഗത്തായിട്ട് നഗരത്തിൻ്റെ ഒരു കാഴ്ചകൾ, നഗരക്കാഴ്ചകളുടെ ഒരു വൈഡ് കാണിക്കാം ആദ്യം. മുമ്പേ കണ്ട പട്ടണം, കടലിലേക്ക് ഇറക്കി വെച്ച പട്ടണം, മലമുകളിൽ നിന്ന് കടലിലേക്ക് ഇറക്കി വെച്ചൊരു പട്ടണം. ഞാൻ SGKയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് കേട്ടോ, ഐം സോറി. മറ്റു വാക്കുകളില്ല ഇതിനെക്കുറിച്ച് വർണ്ണിക്കാൻ, അതുകൊണ്ടാണ്. ഇവിടെ എന്തോ ഒരു കാഴ്ച കണ്ടത്. മീനുകളാണോ പക്ഷികളാണോ? പക്ഷികളാണ്, പറക്കുകയാണല്ലേ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഈ കടൽ വ്യൂ ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കാൻ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് സീസൺ ആകുമ്പോഴത്തേനും പ്രതീക്ഷിക്കാനായിരിക്കണം. ആ വഴി അടച്ചിട്ടിരിക്കുകയാണ്, തിരിച്ച് ആ വഴി തന്നെ കയറണം. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കാണാനില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മേൽക്കൂര വരെ കല്ലുകൊണ്ടുള്ളതാണ്, ഗ്രാനൈറ്റ് പോലെ കല്ലുകൾ ചെത്തിയെടുത്ത് ഉണ്ടാക്കിയ മേൽക്കൂരകളാണ്. കണ്ടോ, മേൽക്കൂരകളുണ്ട്. മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് നടന്നു വരികയാണ്. ഇതിലും ഇവിടെ ഒരു ബൈനോക്കുലറുണ്ട്, അതിലും യൂറോയും പൗണ്ടും ഇട്ടാൽ, പൗണ്ടല്ല യൂറോയും, €1, €2, €100 ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്കിട്ടുള്ള കാഴ്ചകൾ ഈ ബൈനോക്കുലർ വഴി കാണാം. പക്ഷെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതാ കെട്ടിടത്തിൻ്റെ മേൽക്കൂര കണ്ട, കല്ല് പാകിയതാണേ, കല്ലുകൊണ്ട് പാകിയ മേൽക്കൂരകളാണ് കെട്ടിടത്തിന്. ഇതൊക്കെ കോട്ടയിലുള്ളൊരു പൊത്താണ്. എൻ്റെ ഷേപ്പ് ഉണ്ട്, ഒരു V ഷേപ്പാണ്, ഇങ്ങനെ V ഷേപ്പ്. അപ്പം തോക്കാണെങ്കിലും ഇങ്ങനെ ഇട്ട് ഉന്നം പിടിക്കാം. അവിടെ നിന്ന് വരുന്ന ആക്രമണങ്ങൾ ഈ ഇവിടെയൊക്കെ നമുക്ക് കൊള്ളാതിരിക്കാനുള്ള ഷീൽഡായിട്ട് ഇത് പ്രവർത്തിക്കും. അതിലൊക്കെ തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാം. തോക്കാണെങ്കിൽ നല്ല അമ്പും വില്ലോ യൂസ് ചെയ്തെങ്കിൽ അമ്പും വില്ലും ഇവിടെ നിന്ന് ഉന്നം പിടിക്കാം. കണ്ട അവിടെ എൻ്റെ ഫോൺ ചെല്ലത്തുള്ളൂ. How are you? Good. How are you, sir? I'm good. Vacation. You like it? Yeah, super. In summer it's better. Like later on after May, it starts coming a lot of people. After May. Yeah. Yeah. The tourist season starts on May until end of October. Okay, May to October. Yeah. Your name, please? My name is Lambro. Lambro. Nice to meet you. Nice to meet you, sir. Thank you. Thank you. May to September ആണ് സീസൺ എന്നാണ് സാംബ്രോ പറഞ്ഞത്. പിന്നെ അവിടെ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അല്ലാതെ കാണാമെന്നല്ല, വ്യൂ പോയിൻ്റ് ഉണ്ട്. ബൈനോക്കുലറിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ €100 അല്ലെങ്കിൽ €1, €2 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ബൈനോക്കുലറിൽ കൂടെ 2 സൈഡിലോട്ടുള്ള വ്യൂസ് കാണാം. പക്ഷേ എന്താ പറയുക, ഞങ്ങളത് കണ്ടതാണ്. മീൻസ് മൊബൈലിൽ കൂടെ നമുക്ക് സൂം ചെയ്ത് കാണാമല്ലോ. ഓക്കെ, അല്ലാതെ ഈ കോട്ടയിൽ അല്ലാതെ വേറെ കാഴ്ചകളൊന്നുമില്ല. കുറച്ച് വ്യൂ പോയിൻ്റ് ഉണ്ട്, മീൻസ് കുറച്ച് വ്യൂസേ ഉള്ളൂ. ആ വ്യൂസ് അതിനുവേണ്ടി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ കാഴ്ച. അവിടെ ഒരു അമ്മച്ചി കിടന്ന് യോഗ ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ മുമ്പ് അവിടെ വെച്ച് കാണിച്ചില്ലേ. പിന്നെ ഇവിടെ മേളിലും പാർക്കിംഗ് ഉണ്ട്, ATM ഉണ്ട്. ഇപ്പോൾ ATMs ഒന്നും വർക്കിംഗ് അല്ല. കുറേ ATMs ഉണ്ട് കേട്ടോ, നമ്മൾ പോകുന്നിടത്തെല്ലാം. ഈ ATMസിൻ്റെ ചെറിയ ക്യൂസുകൾ, പക്ഷേ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് ഇല്ല. ആ ടൂറിസ്റ്റ് സീസണൊക്കെ ആകുമ്പോഴത്തേനെ വർക്കിംഗ് ആകും. അപ്പോൾ എത്രയുള്ള കാഴ്ചകൾ. ഇറങ്ങട്ടെ ഇനി ഞങ്ങൾ നേരെ തിരാനയ്ക്ക് തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സാമിയിൽ നിന്ന് തിരിച്ച് തിരാനയിലേക്ക് പോകുന്ന വഴിയാണ്.
ഭാഗത്തായിട്ട് നമുക്ക് ഓറഞ്ച് തോട്ടങ്ങൾ കാണാം. പിന്നെ ദൂരെ മലനിരകൾ. അങ്ങനെ ഇവിടുന്ന് 3.5 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് തിരാന വരെ. തീരദേശ ഹൈവേ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഡ്യൂറസ് വഴിയാണ് പോകുന്നത്. പക്ഷേ ഡ്യൂറസ് ബീച്ചിൽ പോകുന്നില്ല, കാരണം ഓൾറെഡി ബീച്ച് കണ്ടു കഴിഞ്ഞു. ഞങ്ങളുടെ ഇത്തവണത്തെ ട്രിപ്പിലുള്ള ബീച്ചിൻ്റെ ഇത് കഴിഞ്ഞു. ഇനിയും വീണ്ടും ഒരു ബീച്ചിലോട്ട് പോകുന്നില്ല. തിരാന ചെന്നിട്ട് വീണ്ടും നമുക്ക് ഇപ്പോൾ ഇടത്തെ ഭാഗത്തോട്ട് നമുക്ക് വീണ്ടും ഓറഞ്ച് തോട്ടങ്ങൾ കാണാം. ഇവിടെ ഓറഞ്ച് ഉണ്ട് ഒരുപാട്. ഓറഞ്ച് സെക്കൻഡ് എക്സിറ്റ് സ്ട്രൈറ്റ്. ഓക്കെ, ഓറഞ്ച് കാരണം ഞാൻ പറയില്ല, ഇന്നലെ ഞങ്ങൾ കഴിച്ച ഹോട്ടലിൽ നിന്ന് ആ ഷെഫ് ഞങ്ങൾക്ക് പോകാൻ തന്നെ 2 ഓറഞ്ച് കൊണ്ട് തന്നു. പിന്നെ ഫിഷിനെ നമ്മൾ ഡ്രസ്സിങ് ചെയ്യത്തില്ലേ, നമ്മുടെ നാട്ടിലും UK-ലെല്ലാം നമ്മൾ ഇതല്ലേ ലെമണല്ലേ യൂസ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ ഓറഞ്ചാണെന്ന് തോന്നുന്നു. അതിനാണ് അയാൾ ഓറഞ്ചിൻ്റെ പീസായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കാഴ്ചകൾ. അവിടുത്തെ മല കാണിച്ചു. ഞങ്ങളങ്ങനെ ചുരം കയറി മറ്റൊരു വലിയൊരു മല തുരന്ന ഒരു ടണലിലേക്ക് കയറുകയാണ്. സ്പീഡ് കുറയ്ക്കാനുള്ളത്. അങ്ങനെയുള്ള ഒരു ടണൽ കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. പെട്ടെന്ന് വെയിലത്തുനിന്ന് ഇരുട്ടത്തോട്ട് കയറിയപ്പോഴേ കണ്ണിനൊരു ഓർമ്മയില്ല. പെട്ടെന്നൊരു ചണ്ടത്തിലിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ ഒരു ടൈം എടുക്കുന്നുണ്ട്. ഈ ടണൽ സ്ട്രൈറ്റ് അല്ല കേട്ടോ, ചെറിയ വളവുണ്ട്. അത്യാവശ്യം നല്ലൊരു വളവിൽ കൂടെ വളഞ്ഞാണ് പോകുന്നത്. നോക്കാം, മറ്റേതെങ്കിലും ഭാഗത്ത് പോയി എത്തുമോ നോക്കാം. നോക്കാന്നല്ല, മറ്റൊരു ഭാഗത്തോട്ട് പോയി എത്തുമല്ലോ. ഈ റോഡ് പുതിയ റോഡാണ് കേട്ടോ. അതിനർത്ഥം ഞാൻ നേരത്തെ ഇതുവഴി പോയിട്ടുണ്ടെന്നല്ല, പഴയ റോഡിൽ കൂടെ പോയിട്ടുണ്ടെന്നല്ല. എന്നാലും കാഴ്ചയിൽ നമുക്ക് പുതിയ റോഡാന്ന് കാണാൻ പറ്റും. നമ്മൾ ഏകദേശം ടണലിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ചെറിയ ടണലാണ്. ഇന്നലെ വന്ന് കമ്പയർ ചെയ്തപ്പോൾ ചെറിയ ടണലാണ്. 60 എൻ്റെ എക്സിറ്റിൽ. അങ്ങനെ വലിയൊരു മല ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ മുന്നിലോട്ട് മഞ്ഞുമലയാണ്. മഞ്ഞുമല ഉണ്ടോ? മലയുടെ മുകളിൽ കിരീടം വെച്ചേക്കുന്ന പോലെ മഞ്ഞിരിക്കുന്നുണ്ട്. മഞ്ഞിൻ കിരീടമണിഞ്ഞ മലനിരകൾ. പോയിട്ടാക്കി മനസ്സാക്കി വന്നാക്കി ഒന്ന്. ഓക്കെ ബൈ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരാനയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടൊരു 100 കിലോമീറ്ററോളം. ദൂരെയായിട്ട് മഞ്ഞുമലകളാണ്. മഞ്ഞിൻ്റെ തൊപ്പി പുതച്ച മലനിരകൾ കാണാം. പാലം വന്നുണ്ടല്ലേ, ദൂരൊക്കെ ഉണ്ടോ മഞ്ഞിൻ്റെ തൊപ്പി പുതച്ച മലനിരകൾ. അത് മൗണ്ടിനീഗ്രോ ആണ്. മൗണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏരിയ ആണ് അതൊക്കെ. നമുക്ക് ഇവിടുന്ന് ഈ അൽബേനിയയിൽ നിന്ന് ബൈ റോഡ് നമുക്ക് മൗണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യത്ത് പോകാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഇത്തവണത്തെ ട്രിപ്പിൽ അത് പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ ഞങ്ങൾ താമസിക്കാതെ കൂടിയ ശേഖരം ഞങ്ങൾ മൗണ്ടിനീഗ്രോ പോകും. പിന്നെ കറുത്ത മലകളുടെ നാട് എന്നാണ് മൗണ്ടിനീഗ്രോയുടെ അർത്ഥം. അതൊരു റേസിസ്റ്റ് പേരാണ്. അതിനെപ്പറ്റി ഒരുപാട് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ
പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇത്ര ദൂരം വിരസമായ ദീർഘദൂര ഡ്രൈവിംഗ് ആയിരുന്നു ഇത്ര നേരം. ഇനിയുണ്ടൊരു 100 കിലോമീറ്ററോളം. ഇവിടെ ചെറി ബ്ലോസം ആയിട്ടുണ്ട്. ചെറിപ്പൂക്കൾ റോഡ് സൈഡിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ വരുന്ന വഴിക്ക്. ഞങ്ങൾ ഈ ജെറ്റ് ഓയിലാണ് ഇപ്പോൾ കയറിയ. ഞങ്ങൾ കുറേ ഓടിയിട്ടൊരു സർവീസസിൽ വന്നതാണ്. ഇതാണ് ഇവിടുത്തെ സർവീസസ്. ബാർ കഫേ, അവിടെ ബാറും ഉണ്ട് കഫേ എല്ലാം അവിടെയാണ്. ചെറുതാണേ, നമ്മുടെ UK പോലുള്ള സർവീസസ് ഒന്നുമില്ല, വലിയ സർവീസസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ 2 ക്യാപ്പിച്ചിനോ മേടിച്ചു. ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒരു 2-2.5 മണിക്കൂറായിട്ട് ഞങ്ങൾ ഡ്രൈവിങ്ങിലാണ്. ഞങ്ങൾക്കൊരു റെസ്റ്റ് വേണം, വണ്ടിക്കൊരു റെസ്റ്റ് വേണം. അതിന് റെസ്റ്റിനിരിക്കുകയാണ്.